ഒരു സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിൻ്റെ വർഗ്ഗമൂലം 21 സംഖ്യ കാണുക. ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ഈ ചോദ്യത്തിൻ്റെ അവസാനം അവർക്ക് ചെയ്തു വരിക. ചോദ്യത്തിൻ്റെ അവസാനം അവർക്ക് ചെയ്യുക, തന്നിരിക്കുന്ന ക്രിയകളുടെ വിപരീത ക്രിയ ചെയ്യുക. തന്നിരിക്കുന്ന ക്രിയകളുടെ വിപരീത ക്രിയ. അപ്പോൾ 21 വർഗ്ഗമൂലത്തിൻ്റെ വിപരീത ക്രിയ സ്ക്വയർ കാണുക. വർഗ്ഗമൂലത്തിൻ്റെ വിപരീതം സ്ക്വയർ. അപ്പോൾ 21ൻ്റെ സ്ക്വയർ കാണുക. 21 സ്ക്വയർ. 1 കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിപരീത ക്രിയ 1 കൂട്ടുക പ്ലസ് 1. 21 സ്ക്വയർ 21 × 21 441 പ്ലസ് 1. ഉത്തരം 442 സംഖ്യ. ഇതാണ് എളുപ്പവഴി. ഈ കണക്ക് ചെയ്യാനുള്ള ശരിയായ രീതി നമുക്ക് ചെയ്യാം. സംഖ്യ കാണണം. സംഖ്യ നമുക്ക് ഒന്നുകിൽ സംഖ്യ എന്ന് എഴുതുക, അല്ലെങ്കിൽ എക്സ് എടുക്കുക. സംഖ്യ എക്സ് എടുക്കുക. എന്താ പറയുക, സംഖ്യയിൽ നിന്ന് ഈ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, അതിൻ്റെ വർഗ്ഗമൂലം പറഞ്ഞാൽ റൂട്ട്. അപ്പോൾ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിൻ്റെ റൂട്ട് വർഗ്ഗമൂലം എത്രയാണ്? 21. അപ്പോൾ സമം 21 എന്ന് എഴുതുക. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ നമുക്ക് എക്സിൻ്റെ വില കാണണം. ഈ എക്സ് എവിടെയാണ് കിടക്കുന്നത്? റൂട്ട് ചിഹ്നത്തിനകത്താണ്. എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് ചിഹ്നം കളയണം. റൂട്ട് ചിഹ്നം കളയണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ കാണണം. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും സ്ക്വയർ ചെയ്യുക. ഒരു ഭാഗത്ത് മാത്രം സ്ക്വയർ ചെയ്യരുത്, ഒരു ഭാഗത്ത് എന്ത് ചെയ്യണോ അത് ഇരുവശത്തും ചെയ്യണം. അപ്പോൾ ഈ സമവാക്യത്തെ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, ഇരുവശത്തും സ്ക്വയർ കാണുക. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ സമം 21 സ്ക്വയർ. ഇനി കൃത്യങ്ക നിയമപ്രകാരം റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ്. അതായത് റൂട്ട് ചിഹ്നോ സ്ക്വയർ കൂടി വന്നാൽ നമുക്ക് ചരം മാത്രം എഴുതിയാൽ മതി. അതുപോലെ റൂട്ട് ചിഹ്നോ സ്ക്വയർ കൊണ്ട് വരുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. എക്സ് മൈനസ് 1 സമം 21ൻ്റെ സ്ക്വയർ 21 × 21 441. ഇതിന്ന് എക്സ് കാണാൻ -1 അങ്ങോട്ട് എടുക്കുമ്പോൾ 441 പ്ലസ് 1. ഉത്തരം 442 സംഖ്യ.